നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ആശുപത്രികളിൽ പ്രസവിക്കുന്ന അമ്മമാർക്ക് ലഭിക്കുന്ന കൈക്കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്ന് എന്തുറപ്പാണുള്ളത്? എന്നാൽ ഇതെല്ലാം അബദ്ധത്തിൽ ആശുപത്രിക്കാർക്കും നേഴ്സുമാർക്കും പറ്റുന്ന പിഴവുകളാകാം. മനഃപൂർവ്വം പ്രസവ റൂമിൽ നിന്നും കുഞ്ഞുങ്ങളെ മാറ്റി അമ്മമാർക്ക് നൽകിയ ഒരു നേഴ്സിന്റെ ക്രൂരമായ പ്രവൃത്തിയാണ് ഈ റിപ്പോർട്ട്. 5000-ഓളം കുഞ്ഞുങ്ങളെയാണ് പെറ്റമ്മയിൽ നിന്നും ഈ നേഴ്സ് മനഃപൂർവ്വം മാറ്റുകയും പകരം മറ്റു കുഞ്ഞുങ്ങളെ അവർക്ക് നൽകുകയും ചെയ്തത്. ആതുരാലയ അകത്തളങ്ങളിൽ ചതിമണക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളിലേക്ക് ഒരു അന്വേഷണം. നിങ്ങൾ തിരക്കുള്ള ഒരു ആശുപത്രിയുടെ ലേബർ റൂമിൽ പ്രസവിച്ചാൽ ചിലപ്പോഴെങ്കിലും അവിടെ കുഞ്ഞുങ്ങൾ മാറിപ്പോയിരിക്കും. ഇങ്ങനെ മാറിപ്പോകുന്ന കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ നമ്മൾ തൻ കുഞ്ഞായി വളർത്തും. ഒരിക്കലും തിരിച്ചറിയാനാകില്ലാത്ത വിധം ആ കുഞ്ഞ് എന്നും എല്ലാ കാലവും നമ്മുടെ കരുത്തായി മാറും. പ്രസവിച്ചയുടൻ 5000-ഓളം കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് മാറ്റി നൽകിയ സംഭവം സാംബിയയിലെ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റലിലാണ് നടന്നത്. നേഴ്സായിരുന്ന എലിസബത്ത് ബാവല്യ മേവിയാണ് കുറ്റസമ്മതം നടത്തിയത്. 1983-നും 1995-നുമിടയിൽ കുഞ്ഞുങ്ങളെ അവരുടെ സ്വന്തം മാതാവിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് എലിസബത്ത് പറയുന്നത്. 5000 ചോരക്കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ചതിയിലൂടെ മാതാപിതാക്കൾക്ക് മാറ്റി നൽകിയപ്പോൾ 10000 അമ്മമാരെയും 10000 പിതാക്കന്മാരെയുമാണ് എലിസബത്ത് ചതിച്ചത്. അതായത് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ 25000 മനുഷ്യജീവനുകളെ ജീവിതം കൊണ്ടും ജന്മം കൊണ്ടും ഈ നേഴ്സ് ചതിച്ചിരിക്കുന്നു. ഒരാശുപത്രിയിൽ പ്രസവം കഴിഞ്ഞാൽ നേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായി നമ്മൾ ഏറ്റുവാങ്ങി വളർത്തും. എല്ലാം ഒരു വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിന്റെ മുഖത്തേൽക്കുന്ന ചതിയും വിശ്വാസ വഞ്ചനയുമാണ് ഈ നേഴ്സിന്റെ പ്രവർത്തികൾ. 5000 കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് മാറ്റി നൽകിയ എലിസബത്ത് ഇപ്പോൾ ക്യാൻസർ ബാധിച്ച മരണാവസ്ഥയിലാണ്. ഇത് ദൈവം എനിക്ക് നൽകിയ ശിക്ഷയാണെന്നും കുറ്റം തുറന്നു പറഞ്ഞ് നരകത്തിൽ പോകാതിരിക്കാനാണ് സത്യം പറയുന്നതെന്നും അവർ പറയുന്നു. ക്യാൻസർ രോഗിയായ തനിക്ക് മരണശേഷം നരകത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്തതിനാലാണ് ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. നഴ്സിന്റെ വെളിപ്പെടുത്തലിനു ശേഷം വൻ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് അതിഗുരുതരമായ ക്യാൻസറാണ്. ഉടൻ തന്നെ ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ ദൈവത്തിന് മുന്നിൽ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. UDHൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തികൾ കാരണം പലർക്കുമുണ്ടായ ബുദ്ധിമുട്ടുകളടക്കം. ഞാനിപ്പോൾ ദൈവത്തെ കണ്ടു. എനിക്ക് വീണ്ടും ജന്മം ലഭിച്ചിരിക്കുന്നു. ഇപ്പോഴെനിക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല. 12 വർഷത്തോളം ജോലി ചെയ്ത പ്രസവ വാർഡിൽ 5000-ഓളം കുഞ്ഞുങ്ങളെയാണ് ഞാൻ വച്ചു മാറിയത്, എലിസബത്ത് പറയുന്നു. 1983-നും 1995-നും ഇടയിൽ ജനിച്ചവരിൽ പലരും ഇപ്പോൾ കഴിയുന്നത് അവരുടെ യഥാർത്ഥ മാതാപിതാക്കളുടെ കൂടെ അല്ലെന്നും താൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് വെറും തമാശയ്ക്കാണെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു. നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാവരും നല്ല നിറമുള്ളവരും നിങ്ങൾ നിറം കുറഞ്ഞവരുമാണെങ്കിൽ അത്തരത്തിൽ മാറ്റിവയ്ക്കപ്പെട്ട കുഞ്ഞുങ്ങളിൽ ഒരാളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം, എലിസബത്ത് പറയുന്നു. ദൈവത്തിനെതിരായി പാപം ചെയ്തുവെന്നും DNA പരിശോധനയ്ക്ക് ശേഷം അനേകം ദമ്പതിമാരുടെ വിവാഹമോചനത്തിന് പിന്നിൽ കാരണമായത് താനാണെന്നും അത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനായി ഒരു പിശാച് തന്നെ ഉപയോഗിച്ചുവെന്നും അവർ പറയുന്നു. ഇതോടെ ആശുപത്രിയിൽ ആ കാലഘട്ടത്തിൽ പ്രസവം നടത്തിയ അമ്മമാരിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. എല്ലാവരും മക്കളെ നന്നായി സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. മക്കൾക്ക് മാതാപിതാക്കളിൽ സംശയമായി. ഇനി അമ്മയും അപ്പനും മക്കളുമടക്കം 25000 പേരുടെ DNA നടത്തണം. എങ്കിലേ യഥാർത്ഥ മക്കളെ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടൂ. ഇപ്പോൾ എല്ലാ പാപവും ചെയ്ത എലിസബത്ത് കരഞ്ഞു പറയുന്നു, ഞാൻ കാരണം നിരവധി അമ്മമാർക്ക് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ മുലയൂട്ടാനായിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു, അവർ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഈ നേഴ്സിന്റെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രസവമുറിയിൽ ഒരിക്കൽ ഒരു നേഴ്സിനും കുഞ്ഞുങ്ങളെ അബദ്ധത്തിൽ പോലും മാറിപ്പോകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.